ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഒരു ഈവനിങ് വ്ളോഗാണ്. ശരിക്കും ഞാൻ ഈവനിങ് വ്ളോഗ് എടുക്കാനല്ലായിരുന്നു വിചാരിച്ചത്. ഞാൻ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതൊരു വ്ളോഗ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്, ക്ലീനിങ് വ്ളോഗ്. പക്ഷേ എന്നെ മഴ ചതിച്ചു. ഞാൻ മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു. ഇപ്പം പെയ്യത്തില്ല എന്നുള്ളൊരു മട്ടിലായിരുന്നു. ഞാൻ പിന്നെ അകത്ത് കയറിയപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ നമുക്ക് ക്ലീനിങ് പരിപാടി പിന്നെ ഒരു ദിവസത്തേക്കിന് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് സ്ഥിരം ഈവനിങ് റൊട്ടീൻ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ മുറ്റമെല്ലാം തൂത്ത്. സാധാരണ ഞാനല്ല മുറ്റം തൂക്കുന്ന ഉമ്മ ആണ്. അകത്ത് പിന്നെ വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഒതുങ്ങി തന്നെ ഇരുന്നതായിരുന്നു. പെരയ്ക്കാവൊന്ന് തൂത്ത് വൃത്തിയാക്കണമായിരുന്നു, അത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ചായ കുടിക്കാത്തത് കൊണ്ട് ചായ എനിക്ക് ഭയങ്കര അഡിഷൻ. അപ്പം ഭയങ്കര ക്ഷീണമായിട്ടായിരുന്നു ഞാൻ ജോലി ചെയ്തത്. ഒരു ഉന്മേഷമൊക്കെയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും ചായ മസ്റ്റാണ്. അത് വൈകുന്നേരം കുടിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, പക്ഷെ രാവിലത്തെ ചായ ഭയങ്കര മസ്റ്റാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എനിക്ക് ഈ ചായ കുഞ്ഞിലേ തൊട്ട് കുടിച്ച് ശീലമായതുകൊണ്ട് അതങ്ങനെ തലവേദന. അതുകൊണ്ട് ഞാൻ മോളെ അങ്ങനെ ചായ കുടിപ്പിക്കത്തില്ല. മോൾക്ക് ഞാൻ പിന്നെ പാലാണ് കൊടുക്കുന്നത്. അതെപ്പോഴും പാല് കൊടുക്കത്തില്ല, മിൽമ പാലാണ് കൊടുക്കുന്നത്. കാരണം ഞാനും അഡിക്റ്റായി. ഇനി മോളങ്ങനെ അഡിക്റ്റ് ആവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അതുകൊണ്ട് ഞാൻ ചായ അങ്ങനെ കൊടുക്കത്തില്ല, ബൂസ്റ്റഡ് പാല് മാത്രമേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ആ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ച്. ഒരു 2-3 പാത്രങ്ങളേ ഉള്ളായിരുന്നു, അത് ഞാൻ കഴുകി വെച്ച്. പിന്നെ എനിക്ക് ചായ ഇടാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ്. എന്നിട്ടത്തേനും വൈകുന്നേരം ഒരു 4 മണിയായി കാണുമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഞാൻ ചായ ഇട്ട്. എനിക്കാണെങ്കിൽ കടുപ്പം കുറച്ച് കൂടുതൽ വേണം. അത് ഇക്കാൻ്റെ കൂടിയാണ് എനിക്ക് കടുപ്പം കുറച്ച് വേണമെന്നുള്ളത്. പിന്നെ മധുരം കുറച്ച് ഞാൻ ഇടത്തോളൂ. പിന്നെ പാലിന് ഇച്ചിരി കട്ടി കൂടി പാലും. ഒരുപാട് വെള്ളം ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ ചായക്കുള്ള പരിപാടിയെല്ലാം നോക്കി. അങ്ങനെ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേർക്കുള്ള ചായയായിരുന്നു ഇട്ടത്, എനിക്കും ഉമ്മാക്കുള്ള ചായ. പിന്നെ അന്നേരം തന്നെ ഞാൻ പാത്രം കഴുകി വെക്കുന്നത്. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായിട്ട് വന്ന് പിന്നെ മോക്കും ഫുഡ് കൊടുത്ത്, കുറുക്കായിരുന്നു കൊടുത്ത്. പിന്നെ മോളുമായിട്ടിരുന്ന് കുറച്ച് നേരം കളിച്ച്. അന്നേരത്തേക്കിനൊരു 7:30 സമയമായി. ഇക്കാലത്ത് ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു, അതൊക്കെ ഇക്ക മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇക്ക വന്നിട്ട് ഇക്ക ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇക്കാക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ ചായയോ അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ, ചായ ഇട്ട് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ വെക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ രാത്രിത്തേക്ക് ഞാൻ മുട്ടക്കറി ഇടിയപ്പം ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, ഇക്ക എന്തോ വേണം, അപ്പം വേണോ ഇടിയപ്പം വേണോ? അപ്പോൾ ഇക്കാക്ക് ഏതാണ് ഫുഡ് വേണമെന്ന് നോക്കുമ്പോൾ ഇക്കാൻ്റെയും കൂടി ഇഷ്ടം നോക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇക്കാക്ക് പിന്നെ ഏതായാലും കുഴപ്പമില്ല, ഇക്ക കഴിച്ചോളും. കല്യാണത്തിന് മുമ്പ് എനിക്ക് കുക്കിംഗ് ഒന്നും വലുതായിട്ട് അറിയത്തില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറേശ്ശെ പഠിച്ചത്. ഇക്കാൻ്റെ പെങ്ങളാണ് എനിക്ക് ഓരോന്നും പഠിപ്പിച്ച് തന്നത്. അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അവിയൽ വെക്കാൻ അങ്ങനെയൊക്കെ ഉള്ളത് അറിയായിരുന്നു, മീൻകറിയൊക്കെ അങ്ങനെ അറിയായിരുന്നു. ഈ പലഹാര ഐറ്റംസ് ഒന്നും വലുതായിട്ട് എനിക്കറിയത്തില്ല. ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയത്തില്ല, അതേ കണക്ക് അപ്പത്തിന് മാവരയ്ക്കാൻ അറിയത്തില്ല, ഇതൊന്നും അറിയത്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് പെങ്ങളാണ് പഠിപ്പിച്ച് തന്നത്. അന്നൊക്കെ ഞാൻ വിചാരിക്കൂ ഇടിയപ്പമൊക്കെ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. അതായത് പീച്ച് നമ്മളിത് എടുക്കണമല്ലോ, ഭയങ്കരമായിട്ട് ഇതാവും. പക്ഷെ ഇപ്പം എനിക്ക് ഇതൊക്കെ വെറും സിമ്പിളാണ്, ഇടിയപ്പം ഉണ്ടാക്കുന്നതൊക്കെ ആയാലും. പക്ഷെ എനിക്ക് ഇപ്പോഴും അരിപ്പത്തിരി ഉണ്ടാക്കാൻ വലിയ പിടുത്തമില്ല കേട്ടോ, അത് ഞാൻ ഭയങ്കര പാടാണ് എനിക്ക്. പക്ഷെ എനിക്ക് ഇടിയപ്പമൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ ഇന്ന് വെച്ച മീൻകറി ഉണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കി വെക്കുന്നുണ്ട് നാളത്തേക്കിന് എടുക്കാൻ വേണ്ടി. പിന്നെ ഞാൻ മുട്ടക്കറി ഞാൻ കുക്കറിനകത്താണ് എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഞാൻ കുക്കറിനകത്ത് ഇട്ട് വിസിൽ കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അന്നത്തേക്കിന് ഞാൻ മോൾ ഇവിടുന്ന് TV കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഉള്ളിത്തൊലിയും കാര്യങ്ങളെല്ലാം ഹാളിനകത്ത് ആക്കി വെച്ച്. അപ്പോൾ അതൊക്കെ ഞാൻ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ തൊട്ടേ തൂക്കൽ തന്നെയാണ്. പിന്നെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് ഞാൻ ഒതുക്കി വെച്ചിരുന്നായിരുന്നു സന്ധ്യയ്ക്ക്. അതെല്ലാം വീണ്ടും എടുത്ത് കുളമാക്കി വെച്ച് അതെല്ലാം ഞാൻ
ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കളിപ്പാട്ടങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് വെക്കുവാണ്. ഇപ്പം പിന്നെ എനിക്ക് സമയം പോകുന്നത് അറിഞ്ഞൂടാ. രാവിലെ എണ്ണിക്കുന്നു, ജോലികൾ ചെയ്യുന്നു, അങ്ങനെ എൻ്റെ ടൈം പോവുകയാണ്. മോള് വന്നതിന് ശേഷം എനിക്ക് സത്യം പറയാൻ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മോളെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ 5 വർഷത്തിന് മുന്നുള്ള ലൈഫ് എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലൈഫ് എനിക്ക് നല്ല സൂപ്പറായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ മോള് വന്നതിന് ശേഷം. അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് ഒതുക്കി ഞാൻ പറക്കി വെച്ചിട്ടുണ്ട്. ഇനി എടുക്കത്തില്ല കളിപ്പാട്ടങ്ങൾ, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, വേണമെങ്കിൽ വീണ്ടും എടുക്കും. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്നും കൂടി ഒന്ന് നേരെ ലെവലാക്കി ഇട്ടിട്ടുണ്ട്. അന്നേരത്തേക്ക് നമ്മുടെ ഇടിയപ്പം എല്ലാം ആയി, മുട്ടയും വെന്ത് അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം ഞാൻ തട്ടിയിട്ട് ഒരു ഇടിയപ്പത്തിനുള്ള മാവും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഇടിയപ്പം കൂടി ഉണ്ടാക്കിയിട്ട് ആ പാത്രം അന്നേരം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ച്, നമുക്ക് അന്നേരം കഴുകാൻ പറ്റത്തില്ല, മാവെല്ലാം കൂടി ആയതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ച്. പിന്നെ കുക്കറിനകത്തുനിന്ന് ഞാൻ വിസിലെല്ലാം മാറ്റിയിട്ട് ഞാൻ പിന്നെ മുളകും മല്ലിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടി ഇച്ചിരി ചേർക്കത്തോളൂ, പിന്നെ ഗരം മസാലയും കൂടി എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെ പൊടിയെല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്ന് വെള്ളവും കൂടി ഇട്ടിട്ട് ഞാൻ തിളപ്പിച്ച് ഞാൻ പിന്നെ പഞ്ചസാര ചേർക്കും കേട്ടോ, ചെറിയൊരു മധുരത്തിന് വേണ്ടി. എന്ന് വെച്ചാൽ വലുതായിട്ട് ഇടത്തില്ല, ഒരു ചെറിയ തുള്ളി അതിന് വേണ്ടി ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർക്കും. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. അങ്ങനെ പിന്നെ ഉപ്പെല്ലാം പാകത്തിനിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിനകത്ത് അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. മുട്ടക്കറി ആയി. പിന്നെ മോൾക്ക് രാത്രിത്തേക്കിനുള്ള ഫുഡ് ഞാൻ ഇടിയപ്പം തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ മുട്ടയും കൊടുത്തായിരുന്നു. മുട്ടയുടെ മഞ്ഞക്കുരു ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ, ചിലപ്പം കഴിക്കത്തില്ല. ഞാൻ ഇടിയപ്പവും ഉള്ളിക്കറിയുമായിട്ട് പിന്നെ കൊടുത്തു. എരിവ് ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്. മുളക് കറിയും അങ്ങനെ എരിവുള്ള ഫുഡൊക്കെയാണ്, കറികളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അത് എനിക്കും ആ എരിവാണ് ഭയങ്കര ഇഷ്ടം. ഇക്കാക്കും എരിവൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയതായിരിക്കും. ഞാൻ ഫുഡ് കൊടുത്ത് മോളുടെ വായൊക്കെ കഴുകിച്ചിട്ട് പിന്നെ കുറച്ച് നേരം മോളെ ഇവിടെ തന്നെ നിർത്തിയിരുന്നു. ഉടനെ ഉറക്കത്തില്ല ഞാൻ കുറച്ച് നേരം. പിന്നെ ഉറങ്ങാനായാലും ആളൊരു 12 മണിയെങ്കിലും ആവും. ചില സമയത്ത് 12 മണി കഴിയും, ചില സമയത്ത് നേരത്തെ കിടക്കും. ഇതാണ് ഇവിടുത്തെ പതിവ്. പിന്നെ മുട്ടയും ഉള്ളിക്കറിയെല്ലാം ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഇക്ക വന്നിട്ട് ഇക്കായുമായിട്ട് ഫുഡ് കഴിക്കണം. ഇക്ക ആണെങ്കിൽ പുറത്തോട്ട് പോയിരിക്കുമായിരുന്നു. ഇക്ക ഒരു 7:30 ആകുമ്പോഴത്തേക്കിനും വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കുറേ കഴിഞ്ഞിട്ട് ഒരു 9-9:30 ആകുമ്പോഴത്തേക്കിനും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരിക്കും. ഫ്രണ്ട്സ് എന്നിട്ടൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങി, ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് ആ പാത്രങ്ങളൊക്കെ ഇനി കഴുകുന്ന പണിയായിരുന്നു. എനിക്കാണെങ്കിൽ ഈ തോനെയും പാത്രങ്ങളും അതേ കണക്ക് ഈ വലിയ പാത്രങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത് പാത്രം കഴുകുന്നതിൽ വലിയ താല്പര്യമില്ല. പിന്നെ അപ്പോഴുള്ള പാത്രങ്ങൾ കഴുകി അങ്ങ് വെക്കും. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുക്കള ഒതുങ്ങിക്കിടന്ന് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്ന പാത്രം മാത്രം കഴുകിയാൽ മതി. അപ്പോൾ അടുക്കളയെല്ലാം ഒതുക്കി ഞാൻ വെച്ചു. ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ബിഗ് ബോസ് കാണുക, പിന്നെ ഇക്ക വന്നിട്ട് ഫുഡ് കഴിക്കുക. ഇതാണ് എൻ്റെ പരിപാടി. പിന്നെ കിടക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.